ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജഡ്ജ് ശ്രീ അബ്ദുൾ സത്താർ, കെൽസ അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി കമല മേനോൻ, സൈക്കോളജിസ്റ്റ് കൗൺസിലർ പൂജ വി കെ. എല്ലാവർക്കും നമസ്കാരം. കൂടുമ്പോൾ ഇൻപമുള്ളതാണ് കുടുംബം, ചേരുമ്പോൾ ഈണമുള്ളതാകും സ്നേഹം. സമാധാനവും സന്തോഷവും സമന്വയിക്കുമ്പോഴാണ് ഒരു കുടുംബജീവിതം സമ്പൂർണ്ണമാകുന്നത് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. പക്ഷെ അതൊക്കെ പലപ്പോഴും എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി കണ്ണീരിൻ്റെ കഥയുമായിട്ട് എത്തുന്നവരാണ് ഇവിടെ അധികവും. അവരെയൊക്കെ സന്തോഷിപ്പിച്ചും ചർച്ച ചെയ്തും സമാധാനിപ്പിച്ചും ഒന്നിപ്പിക്കാൻ അങ്ങേയറ്റം പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്കവാറും വിജയിക്കുന്നുണ്ട്. ചിലതൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം പരാജയപ്പെട്ടു പോകാറുമുണ്ട്. ഇന്നിവിടെ അതുപോലെ തന്നെ ഒരു പ്രണയകഥയും ആ നഷ്ടപ്പെട്ടു പോയ ജീവിതവും അതിൻ്റെ കണ്ണീരിൻ്റെ നനവുമായി ഒരു സാധു സ്ത്രീയാണ് എത്തിയിരിക്കുന്നത്. രേഖ. വെളിയത്ത് നിന്നാണ് രേഖ വന്നിരിക്കുന്നത്. രേഖ, നമസ്കാരം. ആരൊക്കെയുണ്ട് വീട്ടിൽ? അച്ഛനും അമ്മയും പിന്നെ സഹോദരങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ കൂടെ താമസിക്കുന്നിടത്ത് പിന്നെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ഒരു സഹോദരനുണ്ട്, സംസാരിക്കാനും പറ്റത്തില്ല. ആ സഹോദരനും ഉണ്ട്. പിന്നെ എൻ്റെ മക്കൾ 3 പേര്. മൂത്ത കുട്ടിക്ക് എത്ര പ്രായമായി? മൂത്ത മോക്ക് ഇപ്പൊ ഈ ഡിസംബർ 22 10 വയസ്സായി. ഇളയതിന് 8.5 വയസ്സ്. ഓ, എല്ലാം കൊച്ചുങ്ങള്. 6 വയസ്സും ഇപ്പൊ 4 മാസം ആയതേ ഉള്ളൂ. എല്ലാരും സ്കൂളിൽ പോകുന്നു? 3 പേര് സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട് നല്ലതായിട്ട്. എത്രാമത്തെ വയസ്സിലാ കല്യാണം കഴിഞ്ഞ്? 21 വയസ്സ് കഴിയാറായപ്പോ. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? എല്ലാരും അറിഞ്ഞ്? ഇല്ല, ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. എങ്ങനെ പരിചയപ്പെട്ടത്? ഞാൻ നമ്മുടെ വെളിയത്ത് പിന്നെ യോഗക്ഷേമ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആശുപത്രി ജോലി ചെയ്യുമായിരുന്നു. അവിടെ വെച്ച അദ്ദേഹത്തിൻ്റെ പെങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പെങ്ങൾ കൂടെ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയാണ് പറഞ്ഞെങ്കിലും പിന്നെ ആ കുട്ടി അതിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സ്നേഹിച്ച് ഒരു 4-5 മാസത്തോളം സ്നേഹിച്ച് അത് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോകുന്നത്. എന്താ വിദ്യാഭ്യാസം? ഞാൻ VHC ഡൊമസ്റ്റിക് നേഴ്സിംഗ് ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ആശുപത്രിയിൽ പണി കിട്ടിയത്. പിന്നെ 5 മാസം പ്രണയിച്ചു, എന്നിട്ട് വീട്ടുകാരെ അറിയിച്ച് വിവാഹം കഴിച്ചു? ഇല്ല, വീട്ടുകാരെ അറിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയതായിരുന്നു, സ്നേഹിച്ചു പോയതായിരുന്നു. കല്യാണം അവിടെ രജിസ്റ്റർ മാരേജാ ചെയ്തത്. അത് പുയ്യപ്പള്ളി എന്ന സ്ഥലത്തായിരുന്നു. അവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ 1 മാസം കഴിയുമ്പോൾ അത് വന്ന് മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇദ്ദേഹം അത് മേടിച്ചില്ല. അന്നേരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു അത് മേടിച്ച് വെക്കണം, അതൊരു തെളിവായിട്ട് വേണമെന്ന് പറയുമായിരുന്നു. അന്നേരമൊക്കെ പറയുമായിരുന്നു അത് പിന്നെ എന്തിനാ നമ്മൾ രണ്ടും ഒരുമിച്ചില്ല ജീവിക്കുന്നത്, അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് ചില സ്വഭാവത്തിൻ്റെ ഒരു വ്യത്യാസത്തിന് ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുമായിരുന്നു അത് നമുക്ക് മേടിക്കണം. എന്നിട്ട് അനങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പം പിന്നെ നമുക്കൊന്നും ഒരു കാര്യം ചെയ്യാം, ഒന്നും കൂടെ അതൊന്ന് ചെയ്യാം. അന്നേരം ഓരോരുത്തരൊക്കെ ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായത് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ആപത്ത് തന്നെ വരുമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നമുക്ക് പഞ്ചായത്തിൽ പോയി ഒപ്പിടാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി, നമ്മൾ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകില്ലെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നതോറും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുമായിരുന്നു. മാറ്റങ്ങൾ വരുവാന്ന് വെച്ചാൽ പിന്നെ മൂത്ത മോളെ പ്രസവിച്ച് കഴിഞ്ഞപ്പം 28-ന് തന്നെ പിന്നെ 11:30-ക്കായിരുന്നു 28 കെട്ടേണ്ടത്. പക്ഷെ അദ്ദേഹം വന്നത് 11:45. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോയാൽ പൈസയും ഇല്ല. പിന്നെ രാത്രിയിൽ 10-11 ആവും ഇന്ന് കയറി തരാൻ. വീട്ടിൽ വന്നാൽ പൈസയില്ല. പിന്നെ കൊച്ചിങ്ങനാണെങ്കിൽ സാധനങ്ങളൊന്നും മേടിച്ചോണ്ട് വരത്തില്ല. ചില ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ പിന്നെ രാവിലെ കൊച്ചിന് ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് മോക്ക് ഒരു 4 മാസത്തോളമൊക്കെ ആയായിരുന്നു. പഴങ്കഞ്ഞി ചോറൊക്കെ ഇടയ്ക്ക് കൊടുക്കുമായിരുന്നു രാവിലെ, അതിനൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കുന്നത്. സാധനങ്ങൾ വീട്ടിൽ കാണത്തില്ല, പൊതുവെ ഒരു സാധനങ്ങളും വീട്ടിൽ കാണത്തില്ല. ഇദ്ദേഹത്തിന് കുടി. അത് കഴിഞ്ഞ് 2ാമത്തെ മോളെയൊക്കെ ഗർഭിണിയായി ഞാൻ പിന്നെ അങ്ങ് വീട്ടിൽ വന്ന്. അന്നേരത്തേക്കും മൊത്തം മോളെയും കൂടെ മൂത്ത മക്കളെ 3 മാസമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടുകാരായിട്ട് ഞാൻ സഹകരണം തുടങ്ങി. പിന്നെ ഞാൻ വീട്ടിലൊക്കെ വരുമായിരുന്നു. അദ്ദേഹം വീട്ടിൽ വരുമായിരുന്നു, ചേട്ടൻ വീട്ടിൽ വരുമായിരുന്നു.
പിന്നെ രണ്ടാമത്തെ മോള് ഗർഭിണി ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് വയ്യ, തീരെ ഭയങ്കര ക്ഷീണമൊക്കെ ആയതുകൊണ്ട് മോളെയും കൊണ്ട് വീട്ടിൽ വന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അന്നും ഇതേപോലെ പ്രസവത്തിന് പിന്നെ പൈസ ഇല്ല, സ്കാനിങ് പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തില്ല. ജോലിക്ക് പോയാൽ പൈസ ഇല്ല. പൈസ എന്തിനാ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് അത് ഒരാൾക്ക് കടം കൊടുത്ത്, അല്ലെങ്കിൽ പൈസ സമയത്ത് പൈസ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്. ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ ജോലിക്ക് പോയില്ല. പിന്നെ ഞാൻ ജോലിക്ക് പോയില്ല. കല്യാണത്തിന് ശേഷം ഒരു 2 മാസത്തോളെ പോയുള്ളൂ. മൂത്ത ഗർഭിണി ആയിരുന്നപ്പോൾ 2 മാസം. പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം വയ്യായ്മ ആയതുകൊണ്ട് പിന്നെ പോയില്ല. ഞാൻ മോളെ പ്രസവിച്ച് കിടന്ന സമയത്ത് ആശുപത്രിയിലായി. അവിടെ വെച്ചൊരു പെണ്ണിനായിട്ട് പിന്നെ പരിചയപ്പെട്ട് അങ്ങനെ മൊബൈൽ സംവിധാനമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ സമയം മൊബൈൽ വിളിയാണ്. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ എണീറ്റങ്ങ് പോവുക. ഞാൻ അങ്ങനെ ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പം ദൂരെ നിന്ന് സംസാരിക്കുക. കൊച്ചുങ്ങളുടെ ഒരു കാര്യം നോക്കത്തില്ല, എടുക്കത്തില്ല. പിന്നെ 3ാമത്തെ മോളായപ്പോഴത്തേക്കും പിന്നെ അയാളെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് അങ്ങ് പോയി. സംസാരിച്ചോണ്ടിരുന്നത് ആരോടാണെന്ന് അറിയാം. അത് ആരെന്ന് വെച്ചാല് പിന്നെ ഒരു ദിവസം ഞായറാഴ്ച വന്ന് ഇദ്ദേഹം മദ്യവെച്ചിട്ട് വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്ന് കിടന്നപ്പം ഞാൻ എന്തോ ചെയ്ത് മൊബൈൽ ബെല്ലടിക്കുന്നതുകൊണ്ട് ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചെന്ന് ഈ മൊബൈലെടുത്ത് സംസാരിച്ചപ്പം ഒരു സ്ത്രീയുടെ സൗണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ ആരാന്ന്. അതും പറഞ്ഞ് അത് സുനിലിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, സുനിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ സുനിലിനോടല്ല ചോദിക്കുന്നത്, ഈ മൊബൈൽ ഇപ്പം സംസാരിക്കുന്ന വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്, ആരാന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയൂ. അത് ഇപ്പം അറിയണ്ട, സുനിൽ പറയുമെന്ന് പറഞ്ഞ്. ഇത് പറഞ്ഞിട്ട് ഞാൻ എന്തോ ഈ മൊബൈൽ അതേപോലെ വെച്ചില്ല, വിളിക്കാത്ത രീതി തന്നെ ഞാനങ്ങ് വെച്ച്. ചേട്ടൻ റോഡിൽ ഇറങ്ങി പോയിട്ട് തിരിച്ച് അതേ രീതി പിന്നെ സ്പീഡിൽ തന്നെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ച് നിന്നോട് ആര് പറഞ്ഞിട്ട് ഈ മൊബൈൽ എടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞ മൊബൈൽ ബെല്ലടിച്ചു, ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞ്. അത് നീ എന്തിനാ മൊബൈൽ എടുത്ത് ആരെങ്കിലും വിളിക്കുമ്പോൾ നീ എന്തിനാ സംസാരിക്കുന്നതെന്നും പറഞ്ഞ് ഭയങ്കര വഴക്ക്. അത് കഴിഞ്ഞ് 3ാമത്തെ മോളെ ഒക്കെ ആയപ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിൽ അങ്ങനെ അധികം ഇല്ലാതായി. പിന്നെ 2-3 ദിവസമൊക്കെ വരാതായിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ പിന്നെ ചേട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു, ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്തിട്ട് ഞാനത് നോക്കി ഞാൻ ഒളിച്ചു വെച്ചു. അന്നേരം എൻ്റെ അടുത്ത് വെച്ച് ആ ഫോട്ടോ എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ആ ഫോട്ടോ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു ആദ്യം. അന്നേരം പറഞ്ഞ ഇല്ല നീ എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് തന്നെ അടിച്ചപ്പോൾ അടി കൊണ്ട് ഞാൻ അന്നേരം അടി കൊള്ളുമ്പോൾ കൊച്ചുങ്ങൾ രണ്ടും കൂടെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പേടിയില്ലേ, കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സങ്ങ് ഇതായിപ്പോൾ. അതുകൊണ്ട് ഞാൻ കൂടുതലും എനിക്കങ്ങ് സങ്കടം. ഞാൻ അന്നേരം പറഞ്ഞ് ആ ഫോട്ടോ അങ്ങ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇരുമ്പെടുത്ത് ഞരമ്പ് മുറിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് പോയ വ്യക്തി ചൊവ്വാഴ്ച രാവിലെ കയറി വരുന്നത്. എന്നാൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ ഇതൊന്നും തിരക്കത്തില്ല. കൊച്ചുങ്ങളെ സ്കൂളിലാക്കിയപ്പോഴും ആദ്യം ഞങ്ങളെ വെളിയത്തെ സ്കൂളിലാക്കി ഞാൻ അന്നേരം പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞ ചേട്ടാ സ്കൂളിലാക്കണം. അന്നേരം പറഞ്ഞ ആക്കാന്നൊക്കെ ആക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പൈസ ഇല്ല, നീ ഒരു കാര്യം ചെയ്യ്, പിന്നെ ഞാൻ ഗുരുവായൂർ ഒരു രാജീവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായ ആ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് തരാമെന്നും പറഞ്ഞാൽ പോയി രാവിലെയായി ഉച്ചയായി വൈകിട്ടായിട്ടും കാണുന്നില്ല. അങ്ങനെ വിളിച്ചപ്പം പറഞ്ഞ് ഞാൻ ഗുരുവായൂർ നിൽക്കുവടി, ഞാൻ ഇപ്പോഴൊന്നും വരത്തില്ല, എനിക്ക് അവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് മാളിൽ ജോലി കിട്ടി, സൂപ്പർവൈസറാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, കൊച്ചുങ്ങളെ സ്കൂളിലും അങ്ങ് കൊണ്ട് ചേർത്ത്, പൈസയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞപ്പം ചേച്ചി 1000 രൂപ കൊണ്ടുവന്ന്. ഈ 1000 രൂപ അവിടെ കൊടുത്തിട്ട് പിന്നെ 2 കൊച്ചുങ്ങൾക്കും കൂടെ അവിടെ ഫീസ് അടയ്ക്കണമായിരുന്നു, അതിൻ്റെ ആദ്യത്തെ ഡൊണേഷൻ അടയ്ക്കണമായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്ത്, കൊച്ചുമോക്ക് അന്നൊരു 1.5-1.25 വയസ്സേ ഉള്ളൂ. ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ മൂത്ത ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ട് പോച്ച വെച്ചാൻ പോകും. രാവിലെ 6 മണിയാകുമ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഉറങ്ങിക്കിടക്കുന്ന കൊച്ചുങ്ങളെയും വിളിച്ച് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പോച്ച വെച്ചാൻ പോയി. ഒരു 2-3 ദിവസം പോയാൽ ഞാൻ പൈസ ഒപ്പിച്ച് സ്കൂളിൽ അടച്ചത്. എന്നിട്ട് ഈ പൈസ തന്നില്ല. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോഴും സ്കൂളിലാക്കി 3 പേരെയും കൂടെ. അന്നേരം മോളെ അവിടെ പ്രീ പ്രൈമറി ഉണ്ട്, അന്നേരം അവിടെ ആക്കാൻ മറ്റൊരു 2 പേരെയും UKG 1 ആക്കി. അന്നേരം ആദ്യത്തെ പൈസ കൊടുക്കണ്ടേ. ഞാൻ പറഞ്ഞ് പൈസ വേണം, അവരെ സ്കൂളിലാക്കി. അന്നേരം പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, 1000 രൂപ തരാം. ഞാൻ പറഞ്ഞ് 1000 രൂപയും കൊണ്ടൊന്നും പറ്റത്തില്ല, നമ്മൾ ആദ്യമായിട്ട് കൊണ്ടാക്കൂല, അപ്പൊ അതിനിത്തിരി പൈസ വേണ്ടേ, പുസ്തകമൊക്കെ മേടിക്കണം, യൂണിഫോം മേടിക്കണതൊക്കെ. അന്നേരം എന്തോ ഭാഗ്യത്തിന് അവിടുത്തെ സാറുമാർ എൻ്റെ അടുത്ത് പറഞ്ഞ് ആയായിട്ട് നിൽക്കാൻ. അങ്ങനെ അവിടെ ആയായിട്ട് നിന്നുകൊണ്ട് പൈസ കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആയായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ കാലും പുറമൊക്കെ അങ്ങ് വേദന വരുമായിരുന്നു, തലവേദനയൊക്കെ വരുമായിരുന്നു.
പിന്നെ ദേഹോദ്രം ഉണ്ടാവും. ദേഹോദ്രവം ഉണ്ടായിരുന്നു. ദേഹോദ്രവം എന്ന് വെച്ചാല് 3ാമത്തെ മോളെ ഗർഭിണിയായിട്ട് ഇരുന്നപ്പം പിന്നെ ഈ സ്ത്രീയായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. അന്നിപ്പോൾ 2 കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരനായിട്ട് ഇവർ വന്ന് റോഡിൽ നിന്ന് പിന്നെ സംസാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടെ ജനലിൻ്റെ അടുത്ത് നിൽക്കുക. ജനലിൻ്റെ അടുത്ത് നിന്നപ്പം പിന്നെ ഈ കൂട്ടുകാരൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ ഈ ചേട്ടൻ എന്തെന്ന് പറഞ്ഞ് നോക്കിയപ്പം അവിടെ പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ വെട്ടത്ത് തന്നെ വന്ന് നിൽക്കും. പക്ഷെ എന്നെ കാണുന്നില്ല. അന്നേരം ആ സ്ത്രീയോട് പറയുന്ന പിന്നെ ഞാൻ 1/2 മണിക്കൂർ മതി എനിക്ക് കൊട്ടാരക്കര വരായി, ഞാൻ വന്ന് നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ നിന്നെ ചീത്ത വിളിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കണ്ടപ്പോൾ അതങ്ങ് കട്ടാക്കിയിട്ട് വേറെ രീതി സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഈ കൂട്ടുകാരനോട് ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞ് എന്തുവെന്ന് അറിയണമല്ലേ, എന്തോ സംഭവം എന്ന് അറിയണം, നമ്മൾ കാണുന്നില്ലല്ലോ. അന്നേരം ഞാൻ പറഞ്ഞു എന്തുവായാലും എനിക്കിത് അറിഞ്ഞേ പറ്റൂ. ഞാൻ അന്ന് മോളെ പിന്നെ 6 മാസം കൊണ്ട് ഗർഭിണിയാണ്, ഏറ്റവും മോളെ. ഞാൻ വന്ന് ഇത് പറഞ്ഞിട്ട് ഞാൻ വന്നങ്ങ് അകത്ത് കിടന്നപ്പം അവിടെ അന്ന് ഞാൻ സ്ത്രീശക്തിയിൽ നിന്ന് 1000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു, ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പൈസ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തരണം, ലോൺ അടയ്ക്കാം. അന്നേരം ലോൺ എടുത്തിട്ട് പൈസ അടയ്ക്കത്തില്ല. ആരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ചാലും പൈസ തിരിച്ച് കൊടുക്കത്തില്ല. എന്നിട്ട് അവർ വരുമ്പോൾ നമ്മൾ പറയണം അവരില്ല അവിടെ ഇല്ല ഇങ്ങനെ പറയണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അത് അടയ്ക്കണം എന്ന് പറഞ്ഞ് ഞാൻ തരുത്തൊന്നുമില്ല, നീ വേണമെങ്കിൽ അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഇവിടെ കൊച്ചുമക്കളെ 2നെയും മൂത്ത മോളെയും 2ാമത്തെ മോളെയും കിടത്തിയിട്ട് ഞാനും അടുത്ത് കിടന്ന് എന്നെ ഇങ്ങോട്ട് വന്ന് ഞാൻ കിടക്കുന്ന എന്നെ കാലി പിടിച്ച് 6 മാസം ഞാൻ ഗർഭിണിയാണ്, കാലി പിടിച്ച് ആ ഹാള് മൊത്തവും വലിച്ചോണ്ട് കിടക്കുക. ഇത് എനിക്ക് ഞാൻ സങ്കടപ്പെടുന്നതല്ല, എനിക്ക് വിഷമം. എൻ്റെ മക്കൾ കാണുമ്പോൾ അവർക്കുള്ള ഭയം, അതുമാത്രം എനിക്കൊരു ഭയം. എന്നിട്ട് പിന്നെ ഈ സ്കൂളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ് പിന്നെ ഇതേപോലെ തന്നെ പൈസ തരത്തില്ല, വീട്ടിൽ ഒരു കാര്യങ്ങൾക്ക് ഇല്ല, ഒന്നുമില്ല, കൊച്ചുങ്ങൾക്ക് തുണിയില്ല, പിന്നെ ആഹാരമില്ല, ഒന്നുമില്ല. ഞാൻ പിന്നെ സ്കൂളിൽ പോകുമ്പം ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് സാധനങ്ങൾ ഒത്തിരി മേടിച്ച് വെക്കും, കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കണം. പിന്നെ സ്കൂളിൽ നിന്ന് സാർമാരെ പാലായാലും മട്ടയാലൊക്കെ എനിക്ക് തരും, നല്ല സഹായം എനിക്ക് അവിടുന്ന്. അത് കഴിഞ്ഞ് എന്തെങ്കിലും അത്യാവശ്യത്തിന് സാർമാർക്കുള്ള കയ്യിൽ നിന്നോ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നൊക്കെ ഞാൻ പൈസ മേടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞ എനിക്ക് ഇങ്ങനെ പറ്റത്തില്ല, എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞ്. പൈസ ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല, കാരണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടേ. അങ്ങനെ ഞാൻ പറഞ്ഞ് ഇനി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാനിന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫ്രണ്ടിലെ പിന്നെ റൂമിലോട്ട് വന്നപ്പോൾ എൻ്റെ മുടിയെല്ലാം കൂടെ കുത്തി പിടിച്ച് മുറ്റത്ത് എറിഞ്ഞ്. അപ്പം കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കും. എനിക്ക് ഈ കുഞ്ഞുങ്ങൾ കാണുന്നതാണ് എനിക്ക് പേടി. നമ്മൾ ഒറ്റയ്ക്കുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാം, കുഞ്ഞുങ്ങളാണിപ്പോൾ എല്ലാം കൂടെ വന്ന് എന്നെ അങ്ങ് കെട്ടി അങ്ങ് പിടിക്കും. അങ്ങനെ ഞാൻ അവിടുന്ന് വീണ് ഞാൻ അവിടുന്ന് പിന്നെ എണീറ്റിങ്ങനെ നിന്നപ്പോൾ ഓടി വന്ന് ഒറ്റ തള്ളു. അന്നേരം ആ റോഡ് അരിവിന് മുള്ളുവേലിയുണ്ട്, ഈ മുള്ളുവേലി ചെന്ന് ഞാനങ്ങ് വീണ് ഈ ചെവി ഇങ്ങനെ ഒരഞ്ഞങ്ങ് പോയി. നോക്കിയപ്പോൾ ഇത് രണ്ടും തൂങ്ങി കിടക്കുക. 5 കുത്തിക്കെട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ വയലരിവ അവിടെ ചെന്ന് ഒത്തിരി നേരം നിന്ന്. ഞാൻ പറഞ്ഞു അമ്മകൾ എന്തോ ചെയ്യൂ, നമുക്ക് വീട്ടിൽ പോയാലോ. അന്നേരം ഞാൻ പറഞ്ഞു വീട്ടിൽ പോകണ്ട മോളെ, വീട്ടുകാർ കാണുമ്പോൾ പിന്നെ അതൊരു ഇതല്ലേ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്കൂളിൽ പോകാന്ന് പറഞ്ഞു. സ്കൂളിൽ പോയി അവിടുന്ന് അവിടുത്തെ പിന്നെ HM-ഉം പിന്നെ മാനേജറും കൂടെ പൈസ തന്നെ ആശുപത്രി വിട്ടത്. അത് അന്ന് മക്കളെ 3 വരെ നോക്കിയത് സ്കൂളിലെ ടീച്ചർമാരാ. അത് കഴിഞ്ഞ് ഈ സ്റ്റിച്ച് എടുക്കുന്നവരെയും 10 പൈസ എനിക്ക് ഈ ഡ്രസ്സിങ്ങിന് പോലും 10 പൈസ തന്നില്ല. വരുമ്പോൾ ആഹാരം വേണം, പിന്നെ പുളിമുളകേ കാണത്തുള്ളൂ. എന്നും കൊച്ചുങ്ങൾക്ക് പുളിമുളക് കൊടുക്കണ്ടേ, ഇച്ചിരി മീനാവട്ടെ അല്ലെങ്കിൽ ഇച്ചിരി മലക്കറി ആവട്ടെ. അവർക്ക് രാവിലെ കുഞ്ഞുങ്ങളാകുമ്പോൾ നമുക്കൊരു ആഗ്രഹമല്ലേ കുഞ്ഞുങ്ങൾക്ക് രാവിലെ കാപ്പി കൊടുക്കണം. അത് കാപ്പി കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ അവർ കാപ്പിയൊന്നും കഴിക്കണ്ട, അവർ പിന്നെ പഴങ്കഞ്ഞി കഴിച്ച് നല്ലതാ. ഞാൻ പറയും പഴങ്കഞ്ഞി നല്ലതാ, വല്ലപ്പോഴും രസം. സ്കൂൾ സമയത്തൊക്കെ പോകുമ്പോൾ രാവിലെ ഇച്ചിരി കാപ്പി അടിച്ചോണ്ട് പോകുന്നത് നല്ലതാ. അവിടെ ട്യൂഷനാക്കിയപ്പം പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സില്ല, നല്ല ജോലി ഡ്രസ്സില്ല. ഞങ്ങൾ ചേട്ടനാണെങ്കിൽ നല്ല പാൻറ്റും നല്ല ഷർട്ടും നല്ല തിക്ക് ടോപ്പായിട്ടാണ് നടക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിൽ ഒരു സാധനമില്ല, ചെരുപ്പും പൊട്ടി അതുമില്ല വെച്ച് തയ്ച്ചൊക്കെ ഞാൻ വെക്കുന്നത്. അങ്ങനെ അവിടെ ട്യൂഷൻ വീട്ടിൽ വിട്ട്. അന്നേരം അവര് നല്ല സ്നേഹം എന്നോട്. അപ്പം മക്കൾ പഠിക്കുന്നുണ്ട്, അവർ ഭയങ്കര സ്നേഹം. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഈ ചേട്ടൻ്റെ സ്വഭാവമൊക്കെ അറിയുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് രേഖ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ 2-3 അടുത്ത് ഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്, ഞാനത് മേടിച്ച് തരാമെന്ന് പറഞ്ഞ്. അപ്പം നമുക്കും ആഗ്രഹമല്ലേ നമ്മുടെ മക്കളെ സ്കൂളിൽ വിടുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണമെന്ന്. ഞാൻ പറഞ്ഞാൽ സമ്മതിച്ച്. ചേട്ടൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അതുപോലെ അവിടെ നിന്നപ്പം തന്നെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. വീട്ടിൽ നിൽക്കുമ്പം തന്നെ ഞാൻ ജോലിക്കും പോയിട്ടുണ്ട്. പിന്നെ പോച്ച വെച്ചാൻ പോയിട്ടുണ്ട്. അവിടെ പോച്ച വെച്ച് പിന്നെ സ്കൂളിൽ ജോലി ഇല്ലെങ്കിൽ അവിടെ താഴെ ചേച്ചിമാരുണ്ട്, അപ്പോൾ ആ ചേച്ചിമാരെന്നെ കൊണ്ടുപോകും. എന്നാൽ അവർക്ക് എൻ്റെ അവസ്ഥ അറിയാം. ആ പൈസ കൊണ്ടൊന്ന് ഞാൻ അരി മേടിച്ച് പിന്നെ കൊച്ചുങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഒരു പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു പൊട്ട് കമ്മലാവട്ടെ ഇഷ്ടംപോലെ പൈസ കിട്ടുന്നതാ. എന്നുവെച്ചാൽ മേശിരിപ്പണിയും പിന്നെ ഈ ഫില്ലർ ഡിസൈൻ്റെ വർക്കൊക്കെയാ. അപ്പൊ അതിനൊക്കെ ഒരുപാട് പൈസ കിട്ടുന്നതാ. എന്തോ ചെയ്യുന്ന പൈസ? കുടിക്കുന്നു ചോദിക്കുമ്പം പറയുന്നത് പിന്നെ ചീട്ട് കളിക്കത്തില്ല, കടം കൊടുക്കുന്നെന്ന് പറയും. വൈകിട്ട് വീട്ടിൽ വരുമ്പം പിന്നെ ഇച്ചിരി മദ്യപിച്ചിട്ടായിരിക്കും വരുന്നത്. നല്ല ഇറച്ചിയുടെ മണവും പത്തിരിയുടെ മണവും. അതുകൊണ്ട് നമ്മളെ അടുത്ത് കിടക്കുമ്പോൾ കൈ മണപ്പിച്ച് നോക്കും ഞാൻ. നല്ല മണോ, കുടിക്കാനും പൈസ ഉണ്ട്, പക്ഷെ വീട്ടു ചെലവിന് പൈസയില്ല. പിന്നെ പിന്നെ കൊച്ചുമോളെ ആണെങ്കിൽ അവളെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഇന്ന് 6 വയസ്സായെങ്കിൽ ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലും ഇല്ല. മറ്റൊരു രണ്ടൊരു അച്ഛൻ എന്നുള്ള ആ ഒരു ആ കുഞ്ഞുണ്ട്. പക്ഷെ ഇവ ഇളയ മോക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് എന്നുവെച്ചാൽ അന്നേരത്തേക്കും ഞങ്ങൾ ഇങ്ങ് വീട്ടിൽ വന്നിരുന്നു. ഞങ്ങളിപ്പോ 3 വർഷം കൊണ്ടാ കഴിയുന്നെങ്കിലും പിന്നെ ഈ മോളെ പ്രസവിച്ച ശേഷമായിരുന്നു വലിയ വലിയ പ്രശ്നങ്ങൾ. മോളെ ഗർഭിണിയായി അവളെ പ്രസവിച്ച് ഞാൻ ആശുപത്രിയിൽ കിടന്ന സമയത്ത് ഞാൻ റൂമിൽ കിടക്കുക. അന്ന് നമ്മുടെ പ്രൈവറ്റ് ആക്സിഡന്റ് പിന്നെ രണ്ടാമത്തെ 6:30-ക്കൊക്കെ എനിക്ക് വയറുവേദന വന്ന് അവിടെ കൊണ്ട് 7 മണിയായപ്പോഴത്തേക്ക് പ്രസവമൊക്കെ നടന്നു. അങ്ങനെ അമ്മ പറഞ്ഞ അമ്മക്ക് ഇവിടെ പോകാൻ മോളെ, കാരണം വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല. ഈ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ മൊബൈലൊന്നും എടുത്തില്ല. അങ്ങനെ അമ്മ അവിടെ എന്നെ കൊണ്ടുപോയത്. അവിടെ ഞാൻ റൂമിൽ കിടക്കുമ്പം എന്നും രാത്രി എന്ന് വെച്ചാൽ മൊബൈലായിട്ടങ്ങ് ഇറങ്ങും. മൊബൈലായിട്ട് ഇറങ്ങിയിട്ട് അപ്പുറത്ത് ഒരു തിട്ടയുണ്ട്. ആ തിട്ടയെ വന്നിരുന്ന് അങ്ങ് ഫോൺ വിളിയാ, ഭയങ്കര ഫോൺ വിളിയാ. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് അത് കൂട്ടുകാരനെ വിളിച്ചതാ. എപ്പം പറഞ്ഞാലും കൂട്ടുകാരെ വിളിക്കുന്നത്. പക്ഷേ ഈ കൂട്ടുകാരെന്ന് വെച്ചാൽ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം പിന്നെ അവരുടെ വീട്ടുകാർക്ക് ഇതൊക്കെ അറിയാവോ? വീട്ടുകാർക്ക് അറിയാന്ന് വെച്ചാല് അവരടുത്ത് ഞാനത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ആ അച്ഛനോട് തന്നെ ഞാൻ ഒരു ദിവസം പറഞ്ഞു, അച്ഛ ഇങ്ങനെ ചേട്ടൻ ഇതുണ്ട്. അതെന്ന് പറഞ്ഞില്ല, അവൻ അങ്ങനെയൊന്നും ഇല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പക്ഷെ ആ സ്ഥലത്തുള്ളവർ മൊത്തം എന്നോട് പറഞ്ഞിട്ടുണ്ട്, രേഖ ഇന്നടുത്ത് വെച്ച് ഇന്ന ആളെ കണ്ട്, കൂടെ വേറൊരാളുണ്ടായിരുന്നു. പിന്നെ ഈ സ്ത്രീ ആ വീട്ടിൽ തിരക്കി വന്ന് ഞാനും കുഞ്ഞുങ്ങളും കൂടെ വീട്ടിലിരുന്നപ്പോൾ പിന്നെ ഒരാൾ വന്ന് എന്നോട് ചോദിച്ച് സുനിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സുനിൽ ഇല്ല, ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ ജോലിക്ക് പോയി. എന്നോട് ചോദിച്ചു എവിടെയാ? പത്തനാപുരത്ത്. അപ്പം ഞാൻ ചോദിച്ചു എവിടുന്നാ വരുന്നത്? അത് ഏനാത്ത് നിന്നാന്ന്. അപ്പം ഏനാത്തെന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ ചോദിച്ചു എന്തിനാ? അത് മേശിരിപ്പണിക്ക് വിളിക്കാനാന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ലെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇത് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ഈ വിളിച്ച പെണ്ണ് കാരണം അവരുടെ ഫോട്ടോ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുഖപരിചയം എനിക്കുണ്ട്. അവിടെ കുടയും പിടിച്ചോണ്ട് നിൽക്കുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി വന്ന് ഞാൻ അങ്ങോട്ട് ആ സ്ത്രീയുടെ അടുത്തോട്ട് പോയതാ. ആ സ്ത്രീയുടെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് ഇവരും ഈ വന്ന ആളും കൂടെ എളുപ്പം ബൈക്കിൽ കയറി അങ്ങ് പോയി. പല സ്ത്രീകളുമായിട്ട് ഉണ്ട് എന്ന് വെച്ചാല് ഇപ്പോഴും ഉണ്ട്. ഒരു സ്ത്രീ അല്ല, പല സ്ത്രീകളും. എന്ന് വെച്ചാൽ ആദ്യം ഞാൻ കണ്ട ഫോട്ടോ അല്ല, പിന്നെ ഒരു ഫോട്ടോ കണ്ടത്, പിന്നെ ഐഡന്റി കാർഡ്. ഒരു സാധാരണ ഒരു മേശിരി പണിക്കാരന് ഒരു മൊബൈലിന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു സിമ്മിന്റെ ആവശ്യമുള്ളൂ. ഇത് 2-3 മൊബൈല്, പിന്നെ സിമ്മുകൾ ഇഷ്ടം പോലെ, പിന്നെ എന്ന് വെച്ചാൽ പിന്നെ നല്ല ഡ്രസ്സുകൾ. ഓണത്തിനൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഈ പ്രാവശ്യം ഓണത്തിന് കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ വിളിപ്പിച്ച് പറഞ്ഞ് മക്കളെ തുണി വേണം, നിങ്ങൾ പറയണം, പിന്നെ ഞങ്ങൾക്ക് തുണി മേടിക്കണം അച്ഛാന്നും പറഞ്ഞ് അങ്ങനെ പറയിപ്പിച്ച് ഈ വർഷം മേടിച്ചു കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചില്ല, അതിൻ്റെ അങ്ങേ പ്രാവശ്യം മേടിച്ചില്ല. സ്കൂൾ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കത്തില്ല. ഈ പ്രാവശ്യം സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞിട്ട് വാങ്ങിച്ചിരുന്നില്ല. ഈ പ്രാവശ്യം മേടിച്ചു കൊടുത്തു. പോലീസ് പറഞ്ഞതിന് ശേഷമാണോ? അതിന് മുമ്പ് ഞാൻ പോലീസ് കേസ് എന്ന് വെച്ചാൽ ജൂണിൽ ഞാൻ കേസ് കൊടുത്തായിരുന്നു. ജൂണിൽ കേസ് കൊടുത്തെന്ന് വെച്ചാൽ ജൂണിൽ പിന്നെ മെയ് മാസം പകുതിയായപ്പോൾ എനിക്ക് അസുഖമായി. എനിക്ക് പിന്നെ ഈ ഛർദിനും ഇതൊക്കെ ആയി ഞാൻ ജില്ലാ ആശുപത്രി കൊല്ലത്ത് അഡ്മിറ്റായി 12 ദിവസം കിടന്നു. ഈ 12 ദിവസം കിടന്നപ്പം അച്ഛനും എൻ്റെ 2 മക്കളും കൂടെ വീട്ടിൽ ചെന്ന് റേഷൻ കാർഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് അവിടെ. അപ്പം റേഷൻ കാർഡ് മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു അവർക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് റേഷൻ കാർഡ് വേണം, ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് രണ്ടും മേടിച്ച് ഇട്ട് പിന്നെ അച്ഛനും മക്കളും പോരുന്നു. അങ്ങനെ രാവിലെ എനിക്കൊരു ആടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഈ ആടിനെയും കൊടുത്തിട്ട് ആശുപത്രി എന്നെ കൊണ്ടുപോകുന്നത്. അന്നേരം അമ്മ കൊച്ചുങ്ങളെ നോക്കുമല്ലോ. അങ്ങനെ ചേച്ചിയും എൻ്റെ കൂടെ വന്നു. അങ്ങനെ പിന്നെ രാവിലെ ആയപ്പം രാവിലെ വീട്ടിൽ വന്ന് അന്നേരം കൊച്ചുങ്ങൾ പറഞ്ഞു അച്ഛാ അമ്മയ്ക്ക് സുഖമില്ല, അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ അന്നേരം പറഞ്ഞ അമ്മ അന്നേരം എന്തോ എൻ്റെ ഈ 2 ഭാഗവും ഇങ്ങ് കയറി ഇങ്ങ് പഴുത്ത് പോയി, വെള്ളമൊന്നും കുടിച്ചിറക്കാൻ വയ്യ, സംസാരിക്കത്തില്ല. ഞാനെന്നൊരു ബുക്ക് എടുത്തിട്ട് ബുക്കിൽ ഓരോന്ന് എഴുതും, അല്ലെങ്കിൽ വീടിന് ആ വാതിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ കഥകിൽ ഇങ്ങനെ കൊട്ടുമ്പോൾ അവർ എൻ്റെ അടുത്ത് വരും. അപ്പോഴും ഞാനിത് എഴുതി കാണിക്കുമ്പോൾ മക്കൾ അതേപോലെ വെള്ളം എടുത്തുകൊണ്ട് വരുമോ, അല്ലെങ്കിൽ അച്ഛൻ അതേപോലെ, അല്ലെങ്കിൽ അണ്ണനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അന്നേരം പറഞ്ഞ അത്രയും വയ്യ അച്ഛൻ ആശുപത്രി പോകണമെന്ന് മൂത്ത മോള് പറഞ്ഞു.
മൂത്ത മോള് പറഞ്ഞിട്ട് പിന്നെ അന്നേരം പറഞ്ഞ അച്ഛാ സ്കൂൾ തുറക്കാറായ അച്ഛൻ ഒരു കാര്യം, ഞങ്ങൾക്ക് ബുക്കും പുസ്തകം ഒന്നും മേടിച്ചില്ല, യൂണിഫോം ഒന്നും മേടിച്ചില്ല, ഡ്രസ്സും ഒന്നും ഇല്ലെന്ന്. അന്നേരം കുഞ്ഞുങ്ങളടുത്ത് പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യും മോളെ 2 വർഷം കഴിയട്ടെ എന്ന്. അന്നേരം മോള് പറഞ്ഞു 2 വർഷമല്ല അച്ഛാ, നാളെ ആ സ്കൂൾ തുറക്കുന്നത്, ഞങ്ങൾക്ക് മേടിക്കണമെന്ന്. ആ പോയ മനുഷ്യൻ പിന്നെ തിരിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സാധനം മേടിച്ചു കൊടുത്തില്ല. പിന്നെ എനിക്കൊരു സംസാരിക്കാൻ പറ്റാത്തൊരു ആങ്ങളയുണ്ട്, സംസാരിക്കാൻ പറ്റത്തില്ല, കേൾക്കാനും പറ്റത്തില്ല, റബ്ബർ വെട്ടുക. അപ്പം ഈ ആങ്ങളെയാ 2000 രൂപ കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ മൊത്തവും മേടിച്ചു കൊടുത്തത്. എന്നിട്ട് പോലും ഈ ചേട്ടൻ തിരിഞ്ഞു നോക്കിയില്ല. രണ്ടാമത്തെ മോൾ എപ്പോഴും പറയും സ്കൂളിലെല്ലാം എപ്പോഴും കൊച്ചുങ്ങളുടെ അച്ഛന്മാർ വരും PT-ക്ക്. അപ്പം അച്ഛൻ ഒന്നിനും വരത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞ അച്ഛൻ അമ്മ വരത്തില്ല, അമ്മ PT-ക്കൊക്കെ വരത്തില്ല, മക്കളെ മക്കൾ സങ്കടപ്പെടരുത് എന്ന് പറയും. അച്ഛന് ജോലിയൊക്കെ ഉണ്ടായാലും അച്ഛൻ എന്താ വരാത്ത, പിന്നെ ഇന്ന കൊച്ചുങ്ങളുടെ അച്ഛൻ വന്ന്, ഇന്ന കൊച്ചുങ്ങളുടെ അച്ഛൻ വന്ന്, നമ്മുടെ അച്ഛൻ മാത്രം വരത്തില്ല.